നമസ്കാരം. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ കുടുക്കിമുട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഒരു വീട്ടിലാട്ടോ. പണി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെറ്റ് വീട്ടിലാണ് ഞങ്ങൾ വന്ന് കയറിയിട്ടുള്ളത്. ആ ഒരു ഭാഗത്താണ് അലക്കൽ ഉണ്ടാക്കാറുള്ളത്. ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഇവിടെ പെയിൻറ്റിംഗ് ആണ് നടക്കുന്നത്. പെയിൻറ്റിംഗ് അല്ല കേട്ടോ, ലീക്ക് പ്രൂഫിന് വേണ്ടിയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ URP ഉണ്ട്. ഡോക്ടർ ഫിക്സിൻ്റെ URP കൊണ്ടിട്ടുള്ള കളി. നമ്മൾ കുറച്ച് URP കൊണ്ട് ഒരുപാട് കളികളൊക്കെ കളിച്ചാണ് ഇവരിവിടെ ലീക്ക് പ്രൂഫ് ചെയ്യണത്. URP ഉണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇവരൊന്ന് പരിചയപ്പെടാം. ചേട്ടാ ഞങ്ങളാണ്ട് വരാട്ടോ, ഒന്ന് കാണാനേ. നിങ്ങളെ URP കൊണ്ടുള്ള കളികളൊന്ന് കാണണം. ഇവിടെ ദാ രണ്ട് വലിയൊരു കുഴി കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനുള്ള കുഴിയാണിത് അറിയോ? വേസ്റ്റിനോ? JCBൻ്റെ, അതായത് JCBൻ്റെ തുമ്പിക്കൈ ഉണ്ടല്ലോ, വലിയൊരു തുമ്പിക്കൈ ഒറ്റ പോക്കൊണ്ട് പോയിട്ട് ഒറ്റ വാരി കൊണ്ട് എടുത്താട്ടോ. അതേപോലെ തന്നെ ഇവിടെ ഒരു വേസ്റ്റിനുള്ള ഇവിടെ അത്യാവശ്യം വലിയൊരു കുഴി ഇവിടെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് ഈ ഒരു കളറാക്കി മാറ്റിയിട്ട് സിമെൻറ്റ് ചേർത്ത് അടിച്ചാട്ടോ നമ്മളെ URP ഈ ഒരു പാരപ്പറ്റിൻ്റെ സൈഡിൽ മൊത്തമായിട്ട്. അതേപോലെ ആ ചുമരിന് മൊത്തമായിട്ട് അവിടെയൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ അടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഏട്ടാ ഇതാണ് പരിപാടി അല്ലേ? ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാം. ഇത് നമ്മളെ ടാങ്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് കേട്ടോ, നമ്മളെ സ്റ്റീലിൻ്റെ ടാങ്ക്. ആ ടാങ്ക് വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു കാര്യം തുറന്ന് പറയണം കേട്ടോ, കണ്ണൂർ ഈ ഒരു ഭാഗത്തെ തേപ്പ് അടിപൊളി കേട്ടോ. ഇതിൻ്റെ സെൻസൈഡ് ഇതിൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗമാണ്. കറക്റ്റ് ലൈനൊക്കെ അടിപൊളി നല്ല വൃത്തിയിൽ തേച്ചിട്ടുണ്ട്. നല്ല സെറ്റായിട്ടുണ്ട്, നല്ല തേപ്പാണ്, നല്ല വൃത്തിയുണ്ട് സംഭവം. ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ വീടിന് ലീക്ക് പ്രൂഫ് ചെയ്യാൻ പറ്റിയത് ഡോക്ടർ ഫിക്സിൻ്റെ ഈ ഒരു URP ആണ് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ തേച്ച് വരുന്നുണ്ട്. ഈ സെൻസൈഡിൻ്റെ സൈഡാണ് ഇപ്പോൾ ഇവിടെ അടിച്ച് വരുന്നത്. അപ്പോൾ ഇതാണ് സംഭവം അല്ലേ? അപ്പോൾ ഇതിലെന്തൊക്കെയാണ് മിക്സിങ്? സിമെൻറ്റും ഡോക്ടർ ഫിക്സിറ്റും. ആ പാല്, വെള്ളപ്പാല് അല്ലേ? വെള്ളപ്പാലും സിമെൻറ്റും കൂടി വരുമ്പോൾ ഈ ഒരു കളറായി മാറും, ഒരു ഗ്രേ കളർ അല്ലേ? ഇത് ഒരു തേപ്പര ഇതാ. ഇത് തേക്കണ സമയത്ത് ഒരു ഗ്രൗട്ടോ ഇതുമാതിരി അടിച്ചിട്ടതാണ്. അതായത് ഇത് പ്ലെയിൻ സ്ലേബാണല്ലോ, പ്ലെയിൻ സെൻസൈഡാണല്ലോ. ഈ ഒരു സെൻസൈഡിൽ വെള്ളം വീണ്ടും തെറിച്ചിട്ട് ഇത് വെള്ളത്തിന്റെ പ്രശ്നം ഉള്ളിലേക്ക് വരാതെക്കാൻ വേണ്ടി തേക്കണ സമയത്ത് തന്നെ ഒരു നല്ല തേപ്പാട്ടോ ഇവിടെ. അടിപൊളി തേപ്പ്, നല്ല രീതിയിൽ തേച്ചിട്ടുണ്ട്. ഇതിന് വക്കൊക്കെ ഉണ്ട്. നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ, കുറച്ച് ഐഡിയ ഉള്ള ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും തേപ്പിന്റെ ക്വാളിറ്റി. നല്ല തേപ്പാണ്. അപ്പോൾ അവിടെ അതിന്റെ മുകളിൽ നിങ്ങൾ ഇപ്പോൾ ഇത് ഫസ്റ്റ് കൂട്ടാണ് ഇത് അടിക്കണത് അല്ലേ? ഈ ഡോക്ടർ ഫിക്സിറ്റിന്റെ എത്രയാണ് വരുന്നത്? അതിന്റെ റേറ്റ് ഏകദേശം നിങ്ങൾക്ക് അറിയാം? ഇതിന് 20 ലിറ്ററിന് ഒരു 4000 രൂപേന്റെ ആ ഒരു റേഞ്ചാണ് 20 ലിറ്ററിന് വരുന്നത്. ഹോൾസെയിൽ ആകുമ്പോൾ കുറച്ചുകൂടി വില കുറയില്ലേ? ഇതിന് ശേഷമാണ് വൈറ്റ് സിമെന്റ് അടിക്കുക. വൈറ്റ് സിമെന്റ് അടിക്കില്ല, ഫുള്ള് കുട്ടിയാ സിമെന്റ് പ്രൈമർ. എന്താ വൈറ്റ് സിമെന്റ് ഇല്ലാത്ത? കുറവാ? നേരിട്ട് പ്രൈമർ അടിച്ചിട്ട് പെയിന്റ് അടിക്കുക. അതിന്റെ ആവശ്യമില്ല നിങ്ങൾ പറയണേ അല്ലേ? നല്ലതല്ലേ? അടിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ വേണ്ട. അല്ല, അവിടെ തേപ്പ് നല്ല തേപ്പാണ്, വൃത്തിയുണ്ട്. പക്ഷെ വൈറ്റ് സിമെന്റ് അടിച്ചാൽ എന്താ പറയാ മെച്ചം, ഇതിന്റെ ചെറിയ ഈ കുറച്ച് സ്ട്രോങ് കൂടും ചുമര്, അടയും. പിന്നെ ഈ വക്കൊക്കെ കുറച്ചും കൂടി പൊളിഞ്ഞു പോകാന്നുള്ളതൊക്കെ ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആവും. അപ്പോൾ എന്തായാലും ഇവിടെ നനയ്ക്കണം. അതെ സിമെന്റ് തന്നെയാണ്. ഇവിടെ എന്താ ചെയ്യണേ ഇതിന് മുകളിൽ? ഇവിടെ തേച്ചില്ലല്ലോ? തന്നെ അടിക്കല്ലേ? അപ്പൊ ഇതിന്റെ ഇവിടെ തേച്ചിട്ടില്ല കേട്ടോ. ഇവിടെ എന്തായാലും കറക്റ്റായിട്ട് വെള്ളം കറക്റ്റായിട്ട് ഇപ്പൊ പോകുന്നുണ്ടാവും അല്ലേ? പോകുന്നുണ്ടാവും. അപ്പൊ അത് പോകുന്നോണ്ട് തന്നെ ഇപ്പൊ വേറെ വെള്ളമൊന്നും ചേർക്കില്ലല്ലോ? വെള്ളം ചേർക്കില്ല. സിമെന്റും മറ്റേ ആ ഒരു ഡോക്ടർ ഫിക്സിന്റെ പാല്, ഡോക്ടർ ഫിക്സിറ്റ് URP. ഇത് ഡോക്ടർ ഫിക്സിന്റെ പരസ്യമല്ല കേട്ടോ. ജസ്റ്റ് ഞങ്ങൾ ഇവരെ വർക്ക് നടക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചില്ലേ? അത്രേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ ഇന്നൊന്നും കിട്ടാനില്ല. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്ക് ഈ രീതിയിലാക്കിട്ടോ. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. സിങ്ക് കപ്ലിങ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം ഇതിലൂടെ പോകുന്നതാണ്. ഇവിടെ വെള്ളം പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വെള്ളം പിന്നെ വീണ്ടും അടച്ചു വെച്ചിട്ട് വെള്ളം നിറയ്ക്കാവുന്നതാണ്. ഇവിടെ കല്ല് മുറിച്ച് വെക്കാനുണ്ട്. അപ്പോൾ നല്ല വാട്ടർ പ്രൂഫ് ചെയ്ത് അവിടെ ഉണങ്ങിയ സമയത്ത് നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീടിൻ്റെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഫുള്ള് സ്റ്റീൽ വിൻഡോ കേട്ടോ. ഇന്നലെ ഞാൻ പറയാൻ മറന്നതാണ്, ഫുള്ളായിട്ട് സ്റ്റീൽ വിൻഡോ ആണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു പോളി അടക്കം വരുന്നത് കേട്ടോ. ഇത് ഇനി ഗ്ലാസ് ഇടേണ്ട ഒരു പണി മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു സ്ക്രൂ ഊരിട്ട് ഇതിൽ ഗ്ലാസ് വെക്കുക, ഈ ഒരു സ്ക്രൂ ടൈറ്റ് ആക്കുക, അത്രേ ഉള്ളൂ പരിപാടി. എന്നിട്ട് അപ്പോൾ ഈ ജനലിൻ്റെ പണി ഫുള്ളായിട്ട് കഴിയുന്നതാണ്. ഇതുപോലത്തെ ഒരു 3 കള്ളിൻ്റെ ജനലിനൊക്കെ, സ്റ്റീലിൻ്റെ ജനലിനൊക്കെ ഏകദേശം 9000-10,000 ചോടായിട്ട് വരും, അത്രേ വരുള്ളൂ കേട്ടോ സംഭവം. ഈ ഒരു സെറ്റപ്പിൽ വരുന്നത്, ഈ ഒരു പുളി അടക്കം വരുന്നത് ഏകദേശം 9000-10,000. ഇതിന് ഗ്ലാസിൻ്റെ ഒരു പൈസയും കൂടി വരുള്ളൂ. സാധാരണ നമ്മൾ മരത്തിൻ്റെയൊക്കെ വെക്കുന്ന സമയത്ത് ഒരുപാട് പണി വരും, ഒരുപാട് ഇതിനായിട്ട് ചിലവ് വരും, ഒരുപാട് ടൈം എടുക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റീലാണ്, ഈ ഒരു സാധനം സ്റ്റെയിൻലെസ് സ്റ്റീലാട്ടോ. അത് ഇതിൻ്റെ ഈ ഒരു അഴി വെച്ചിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്.
അപ്പോൾ ഞങ്ങളിവിടെ പണി തുടങ്ങാൻ പോവുകയാണ്. പിന്നെ ഈ ഒരു കുഴീൻ്റെ കാര്യം കേട്ടോ, ഈ ഒരു കുഴി അന്ന് JCB ഇവിടെ വന്നപ്പോഴേ ഒറ്റ തുമ്പിക്കൈ ഇങ്ങനെ ആഴത്തിൽ പോയിട്ട് ഏകദേശം 2.5 മീറ്ററോളം പോയിട്ടുണ്ട്. ഇത് എർത്തിൻ്റെ കുഴിയാണ്. ഞാൻ ഇന്നലെ ഒരു ഫേസ്ബുക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്താണെന്നുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എർത്തിൻ്റെ കുഴിയാണ്. അലക്കൽ ഇവിടെ ഈ ഒരു ലെവലിലാണ് ചെയ്തിട്ടുള്ളത്. മഞ്ഞ കളറാണ് ആക്കിയിട്ടുള്ളത് ഫുള്ളായിട്ട്. അതിൻ്റെ ഉള്ളിൽ മഞ്ഞ കാവ്യം എടുത്തിട്ടേ വേറെ ഒരു വെറൈറ്റി ആക്കി. ഇവിടെ ഇവർക്ക് മഞ്ഞക്കാവി മതി എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു മഞ്ഞക്കാവി കൊണ്ടാണ് ഞങ്ങളിവിടെ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ അപ്പോൾ ഈ ഒരു ലെവലിൽ ഇവിടെ അലക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിൽക്കാൻ വേണ്ടി ഒരു കൊട്ടത്തളം ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇനി ഇത് ടൈൽ ഒട്ടിക്കാറുണ്ട്. ഇവിടെ ടൈലിൻ്റെ പണിക്കാരുണ്ട്, അവർ ഒട്ടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിൽ കണ്ണൂർ കുടുക്കിമോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ അലക്കുകളിൻ്റെ പണിയും കൂടി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വീട്ടിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ വേറൊരു വീഡിയോയിൽ വേറൊരു ദിവസം കാണാം. ബായ്.